അയ്യോ ചേട്ടാ, ഇതെന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? സുഖല്ലേ? അയ്യോ കരയുന്നു. പ്രമോദേട്ടൻ കരയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പോയി, എല്ലാം പോയി. ഞാൻ തകർന്നു, നശിച്ചു. അവള് നമ്മളെ ചതിച്ചു. ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എന്താ ഇത്? ആര് ചതിച്ചെന്നാ? ചേട്ടൻ ആരുടെ കാര്യമായി പറയുന്നത്? ഡോളിയുടെ കാര്യമാണോ? ഇത്ര ബലമില്ലാത്ത ആളാണോ? വിഷമിക്കില്ലേ? എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. ചേട്ടൻ സമാധാനായിട്ടിരുന്നാ മതി. അച്ഛാ, ചേട്ടൻ കരയുന്നച്ചാ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. അച്ഛാ, ഇത്ര പെട്ടെന്ന് ഇവൻ കരയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അവൾ വിചാരിച്ചതിലും മിടുക്കിയാണല്ലോ. ആ, എന്ത് പറ്റി പ്രമോദേ? ഡോളി സ്ഥലം വിട്ടോ? അവളെ കാണാനില്ല. ഡോളി ഞാൻ കണ്ണുടച്ച് വിശ്വസിച്ചു. അച്ഛൻ പറഞ്ഞതും കേട്ടില്ല, യമുന പറഞ്ഞതും കേട്ടില്ല. എനിക്ക് അബദ്ധം പറ്റി. സാരമില്ലടാ മോനെ. ബിസിനസ്സിൽ ചില പാഠങ്ങളൊക്കെ ആര് പറഞ്ഞാലും തലയിൽ കയറില്ല. അതൊക്കെ അനുഭവിച്ച് തന്നെ പഠിക്കണം. ഇതൊരു പാഠമാ. 45 ലക്ഷം 45 ലക്ഷം പോയച്ച. ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നു കേട്ട് സൂക്ഷിക്കാൻ അവളെ ഏൽപ്പിച്ചതാ. 45 ലക്ഷം? അത്രയും രൂപ കയ്യിൽ വെച്ചോണ്ടാണോ പ്രമോദേട്ടൻ വീട്ടിലവന്റെ കാര്യത്തിൽ എന്നോട് കണക്ക് പറഞ്ഞോണ്ടിരുന്നത്? ഈ സമയത്ത് അതൊന്നും പറയാതെ മോളെ. അപ്പൊ പ്രമോദ് പഠിച്ച പാഠത്തിന് ഞാൻ പ്രതീക്ഷിച്ചതിലേറെ വിലയുണ്ട്. ആട്ടെ, 45 ലക്ഷം ബ്ലാക്കോ വൈറ്റോ? ബ്ലാക്ക്. ഒരു പഴയ മിനിസ്റ്ററുടെ ഡെപ്പോസിറ്റാ. എല്ലാം പോയി. അവൾ എന്നെ ചതിക്കായിരുന്നു. ചതിച്ചു എന്ന് നീ ആരുടെ പറയണ്ട. ഇന്നത്തെ കാലത്ത് ചതിക്കുന്നവർക്കാ മോനെ ജനപിന്തുണ. നാട്ടുകാരായ നമ്മളെ ചതിച്ചല്ലേ ആ മുൻമന്ത്രി 45 ലക്ഷം ഉണ്ടാക്കിയത്? അച്ഛാ, അത്യാവശ്യമായിട്ട് 15 ലക്ഷം വേറെ വേണം. അതത്തിന് നമ്മളെ ചതിച്ചു. അയാള് ഞാൻ കൊടുത്തിരുന്ന ചെക്ക് ഡേറ്റ് ഇട്ട് പ്രസന്റ് ചെയ്തു. ഇപ്പൊ ആകെ കഷ്ടകാലം. ആ, അതും സ്വാഭാവികം. മഴയില്ലാത്തപ്പോ കുട പിടിച്ചു തരാൻ 1000 പേര് കാണും. മഴയുള്ളപ്പോ എല്ലാവരും കുട അങ്ങ് തിരിച്ചെടുക്കും. കരുതിയിരിക്കണം. ആ, നീ വിഷമിക്കാതെ. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പോയ 45 ലക്ഷത്തിന്റെ 4 ഇരട്ടി നമുക്ക് തിരിച്ചു പിടിക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ പ്രമോദ് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് വേണ്ടവണ്ണം ആലോചിച്ച് തീരുമാനിക്കാം. ദത്തം ഫൈനാൻസിന്റെ ചെക്ക് മടങ്ങി. 15 ലക്ഷത്തിന്റെ ചെക്ക് ഇപ്പൊ പ്രസന്റ് ചെയ്യേണ്ടതല്ല. എന്റെ സ്വന്തം ചേട്ടത്തി നന്ദുവിനെ ഉപദേശിച്ച് പ്രസന്റ് ചെയ്യിച്ചതാ എന്നെ കൊടുക്കാൻ. ചെക്കിന്റെ കൂടെ ഞാൻ കൺഫർമേഷൻ ലെറ്ററും കൊടുത്തിട്ടുണ്ട്. നന്ദു കോടതി പോയാ കേസ് ക്രിമിനലാവും. എന്നെ അറസ്റ്റ് ചെയ്യും. കോടതി പോയാലല്ലേ? അതിനു മുമ്പ് ആ 15 ലക്ഷം നമുക്ക് തിരിച്ചു കൊടുക്കാം. ഒരു ഡ്രാഫ്റ്റ് എടുത്ത് കൊടുത്താൽ പോരെ? അതിന് പണം എവിടെ? പണമൊക്കെ ഉണ്ടാവും. ആ രാഷ്ട്രീയക്കാരന്റെ 45 ലക്ഷം ബ്ലാക്കായിട്ട് തന്നെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അയാളുടെ ഗുണ്ടകൾ വന്ന് എന്നെ കൊല്ലും. നീ ആദ്യം വന്ന് ഊണ് കഴിക്കുമോനെ. ആ, വാ, വന്നേടാ ഇങ്ങോട്ട്. അമ്മ എന്തിനാ തനിച്ചിരുന്ന് കരയുന്നത്? മുരളിച്ചേട്ട ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നില്ലേ? ഇല്ല മോള്. ആ, എന്നാ നല്ല ഓട്ടം വല്ലതും കിട്ടിക്കാണും. അമ്മ അതിനെന്തിനാ വിഷമിക്കുന്നത്? എന്നാലും ആ സിനിമാക്കാര് സാമദ്രോഹികള് എന്റെ മോനെ ആശ കൊടുത്ത് പറ്റിച്ചല്ലോ. പുറമെ കാണിക്കണില്ലെങ്കിലും അവൻ വല്ലാതെ തകർന്നു പോയി മോളെ. എനിക്കറിയാം. രാത്രി ഞാൻ ഉണരുമ്പോൾ ചേട്ടൻ ഉറങ്ങാതിരുന്ന് ആലോചിക്കുന്ന ഞാനും കണ്ടിട്ടുണ്ട്. മോള് പോയി വേഷം മാറ്റ്. ചായ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ചൂട് പോരെങ്കിൽ അമ്മ വന്ന് ചൂടാക്കി തരാം. അമ്മ ചായ കുടിച്ചോ? മോൾ ആവശ്യത്തിനെടുത്ത് കുടിക്കേ. ബാക്കിയുണ്ടെങ്കിൽ ആ പാത്രത്തിൽ അടച്ചു വെച്ചോ. ഞാൻ വേണ്ടപ്പോ പോയി എടുത്ത് കുടിച്ചോളാം. ആദ്യം അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റേ.
പാമ്പ് ചത്ത കാക്കാത്തെ പോലെ ഇങ്ങനെ ഇരിക്കാതെ. സിനിമയില്ലെങ്കിൽ വേണ്ട, തീർന്നില്ലേ കാര്യം? അതല്ലടി മോളെ, അന്ന് ആ മനുഷ്യൻ വന്ന് 1000 രൂപ അച്ചാരം തന്നു പോയില്ലേ? ഞാനത് അപ്പുറത്തെ അരുന്ധതിയോടും ത്രേസിയോടും ഫാത്തിമയോടും ഒക്കെ പറഞ്ഞു. എൻ്റെ മോൻ അഭിനയിച്ച സിനിമ ഇവിടുത്തെ സിനിമാ കൊട്ടകയിൽ വരുമ്പോൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി കാണിച്ചു തരാമെന്നും പറഞ്ഞു. ആ പെണ്ണുങ്ങളൊക്കെ ഇനി എൻ്റെ നിഴല് കാണുമ്പോൾ ഉടനെ ചിരി തുടങ്ങും. അമ്മ അതൊന്നും ശ്രദ്ധിക്കാൻ പോണ്ട. ചിരിക്കുന്നവര് ചിരിച്ചോണ്ടിരിക്കട്ടെ. ചുണ്ടു നോമ്പ് അവർ താനേ നിർത്തിക്കോളും. ഇപ്പൊ നമ്മൾ തമ്മിൽ വഴക്കിടാത്തോണ്ടേ അവളുമാർക്കെല്ലാം വലിയ അസൂയ. എങ്കിലൊരു കാര്യം ചെയ്യാം, അവരുടെയൊക്കെ അസൂയ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു വഴക്കിട്ട് കളയാം. വാ അമ്മ എഴുന്നേറ്റേ, നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാം. വാ വന്നേ. അമ്മുക്കുഞ്ഞില്ലേ? ഉണ്ടല്ലോ. അമ്മ എവിടുന്ന് വരുന്നു? മനസ്സിലായില്ലല്ലോ. ഇയാളാരാ? എനിക്ക് ഇയാളെ മനസ്സിലായില്ല. ഞാൻ ഉത്തമൻ, അമ്മുവിൻ്റെ ഒരു സഹോദരനായിട്ട് വരും. പക്ഷെ സ്വന്തമല്ല, അമ്മുവിൻ്റെ വല്യച്ഛൻ്റെ മോനാ. ഉത്തമൻ പോയി അമ്മുക്കുഞ്ഞിനോട് വിഷ്ണുവിന്റെ അമ്മ വന്നിരിക്കുന്നത് പറ. ആ, ഇതാണ് വിഷ്ണുവിൻ്റെ അമ്മ. സത്യമായിട്ടും ഞാൻ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്ന് അമ്മയെ കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അമ്മയും കൂട്ടി ഇരുന്നാട്ടെ. ആ, ഇരിക്കി. ഞാൻ പോയിട്ട് അമ്മുവിനോട് പറയാം. വേഗം വേണം, ആട്ടോ വെയിറ്റ് ചെയ്യുന്നു. അമ്മോ, അമ്മോ, അമ്മോ. ഈ വീട്ടിൽ ആദ്യമായിട്ടാ അമ്മ വരുന്നത്. മോക്കറിയില്ലേ, ഞാൻ എങ്ങോട്ടും പോകാറില്ല. അതിന് ആ വീട്ടിലെ അടുക്കളയിൽ നിറങ്ങാൻ എനിക്ക് സമയമുണ്ടോ? അടുക്കളയിൽ നിറങ്ങിയ തൊഴുത്തില്, വീണ്ടും അടുക്കളയില്. അമ്മ എന്താ കഴിക്കുന്നത്? ചായയും പലഹാരം കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട മോളെ, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. താമസിച്ചാലേ അയാൾ വെയിറ്റിംഗ് ചാർജ് ചോദിക്കും. അതോർത്ത് അമ്മ വിഷമിക്കണ്ട, ഓട്ടോ ചാർജൊക്കെ ഞാൻ കൊടുത്തോളാം. അയ്യോ, അത് വേണ്ട. മോള് കഴിഞ്ഞ മാസം തന്ന 25,000-ല് കുറച്ച് രൂപ ബാക്കി ഇരിപ്പുണ്ട്. പിന്നെ മോള് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ കൊണ്ടുവന്ന് വെച്ചു. നല്ല ഫോണാ, പക്ഷെ ഭയങ്കര ശബ്ദമാ മണിയടിക്ക്. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം താണ്ട കേൾക്കുന്നു കിടിലം 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 കിടിലം. ശരിക്കും ദേഷ്യം വരും. ആ, പിന്നൊരു കാര്യം, വിഷ്ണുവിന്റെ അമ്മൂമ്മ മോക്ക് തന്ന 5 ലക്ഷം രൂപ അവരുടെ മാത്രമല്ല, എന്റെയും കൂടാ. മോൾ അതിന്റെ പലിശ എന്റെ കൈ കൊണ്ട് തന്നത് എന്റെ അമ്മായിയമ്മയ്ക്ക് ഒട്ടും പിടിച്ചില്ല. എങ്കിലും അമ്മുക്കുഞ്ഞ് ചെയ്തത് അതിന്റെ ശരി. അതുകൊണ്ട് പലചരക്കടയിലെ പറ്റ് ബാക്കി 1 രൂപ ഇല്ലാതെ കൊടുത്തു തീർത്തു. അങ്ങനെ പല കടങ്ങളും. അല്ല, കഴിഞ്ഞ മാസം 1-ാം തീയതി തന്നെ മോള് പലിശ കൊണ്ടുവന്ന് തന്നു. ഇന്നിപ്പം തീയതി 5 ആയി. എനിക്കൊരു സംശയം, ഞാനറിയാതെ അമ്മ ഇവിടെ ഒന്ന് പലിശ വാങ്ങിച്ചോണ്ട് പോയോന്ന്. അതാ വീട്ടിൽ ആരും അറിയാതെ രാവിലെ തന്നെ ഞാൻ വന്നത്. ഇനിയിപ്പം എല്ലാ മാസവും ഞാൻ പലിശ ഇവിടെ ഒന്ന് നേരിട്ട് വാങ്ങിച്ചോളാം. ഏതായാലും അമ്മയൊരു ചായെങ്കിലും കുടിച്ചിട്ട് വേണം പോവാൻ. സംശയം വേണ്ട, ചായ കൊടുത്തേ ഞാൻ അമ്മയെ വിടൂ. ജാനോ, അമ്മ എന്താ ഇവിടെ?
എന്താ എനിക്കിവിടെ വന്നൂടെ? അത്യാവശ്യ സമയങ്ങളിൽ പോലും അമ്മ വന്നിട്ടുണ്ടോ? എന്തിന്? അമ്മച്ചി മരിച്ച സമയത്ത് പോലും ഈ വീട്ടിൽ കയറിയിട്ടുണ്ടോ? അത് പിന്നെ ഇവിടെ വന്ന എല്ലാ മാസവും നമ്മൾ കൊടുത്ത 5 ലക്ഷത്തിന്റെ പലിശ വാങ്ങിച്ചോളാം അമ്മുക്കുഞ്ഞ് എന്നോട് പറഞ്ഞു. അമ്മു വിളിച്ചോണ്ടാ ഞാൻ വന്നത്. അതെ, ഞാൻ പറഞ്ഞിട്ടാ അമ്മ വന്നത്. എന്തിന്? അമ്മ കുഞ്ഞിന് പണം കടം തന്നിട്ടുണ്ടോ? വീച്ചേട്ടാ, വെറുതെ അമ്മയെ വിഷമിപ്പിക്കരുത്. അമ്മ തന്നില്ലെങ്കിൽ എന്താ, അമ്മൂമ്മ തന്നില്ലേ? അതിന്റെ പലിശ ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മയല്ലേ ആ വീട് നോക്കുന്നത്. ഈ കാര്യത്തിൽ വീച്ചേട്ടൻ ഇടപെടണ്ട. അമ്മേ, ആ രൂപ തിരികെ കൊടുത്തിട്ട് അമ്മ വീട്ടിൽ പോയി. നീ പോടാ, തിരിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി. അമ്മു തരാൻ തയ്യാറായാലും നീ ധരിക്കത്തില്ല. അമ്മയും പെങ്ങന്മാരും പട്ടിണി കിടന്നാലും വേണ്ടില്ല. അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഹരിചന്ദ്രനാവണം. ഓ അമ്മേ, വീച്ചേട്ടാ, അയ്യോ വീച്ചേട്ടാ, വീച്ചേട്ടാ ഒന്ന് നിന്നേ. വീച്ചേട്ടാ, ഉത്തമൻ ചേട്ടൻ എന്താ ചിരിക്കുന്നത്? അല്ലമ്മോ, ഞാൻ ആലോചിക്കുകയായിരുന്നു. സ്നേഹത്തിന് എന്തൊരു ഭംഗി. അച്ഛാ, ഒരു ചായ കിട്ടിയാൽ നന്നായിരുന്നു. 8 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവളിപ്പോ ചായയും കൊണ്ടുവരും. അല്ലാതെ എനിക്ക് അവളോട് ചോദിക്കാനും പറയാനൊന്നും വയ്യ. അല്ലേ തന്നെ ഭരണം കുറച്ച് കൂടുതലാ. അച്ഛൻ്റെ പിടിപ്പുകേട്, അച്ഛൻ്റെ അശ്രദ്ധ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇപ്പൊ നീയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. ഹോസ്പിറ്റൽ കോംപ്ലക്സിൻ്റെ ടെൻഡർ ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കും. അതൊരു വലിയ സംഭവമായിരിക്കും. NRI ട്രസ്റ്റിൻ്റെതാണ് ഹോസ്പിറ്റൽ. മൾട്ടി-മില്യൺ പ്രോജക്റ്റ്. അപ്പൊ പിന്നെ മത്സരത്തിന് ആള് കൂടും. ലാഭം കൂടുതലായാൽ ചില്ലറക്കാര് ചാടി വീഴുമടാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന ഇടത്തരം പ്രോജക്റ്റുകളാണ് ലാഭം. ഇതേതായാലും വിട്ടുകളയാൻ സോറി. അച്ഛൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കിട്ടിയാൽ ഒരു വമ്പം പ്രോജക്റ്റാ. ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇത്തവണ ഞാൻ അതെൻ്റെ ലാപ്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും നോക്കാവുന്ന കമ്പ്യൂട്ടറിലാണെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ആരെങ്കിലും അമൃതയ്ക്ക് ചോർത്തി കൊടുത്താലോ? പാളയത്തിൽ തന്നെയാണോ പടയെന്നാണ് എൻ്റെ സംശയം. അല്ല, കാലം വല്ലാത്തതാണേ. അച്ഛന് പാൽക്കഞ്ഞി എടുക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റിന്, അതോ ഗോതമ്പ് പുട്ട് മതിയോ? എന്തായാലും മതി. ഇവളെ അച്ഛനെ ഇത്രയ്ക്ക് ആളാക്കിയത്. വന്ന് കയറിയതും ഭരണം തുടങ്ങി. ഇപ്പൊ ഭീഷണിയും. എടാ, ചേട്ടത്തി അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിന്റെ അമ്മയ്ക്ക് ചേരുന്ന വിളിപ്പേരാണോ അത്? അങ്ങനെയാണെ അച്ഛനെ എന്ത് വിളിക്കും? അമ്മ ബീച്ച്. അപ്പൊ അച്ഛൻ എന്നോട് മറുപടി പറയാൻ നീ ആരാ? അച്ഛാ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവൾ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. ഇവൾ എന്നോട് സംസാരിക്കാനേ പാടില്ല. ഇവൾ എന്റെ ആരുമല്ല. ഞാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമെന്ന്. പ്രത്യേകിച്ചും ഇങ്ങനെ തള്ളയ്ക്ക് പറക്കാത്ത ചെറ്റത്തരം പറയുമ്പോ. എടാ നന്ദു, നീ ലണ്ടനിൽ പോയി പഠിച്ചിട്ടും ഇംഗ്ലീഷുകാരെ പോലെ നടന്നിട്ടും യാതൊരു കാര്യവുമില്ല. ആദ്യം വിദ്യാഭ്യാസത്തിന്റെ ഗുണം കാണിക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. നിന്റെ നിലവാരം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൂടുതൽ പറയല്ലേ. എന്നെ പോലുള്ളവരുടെ നിലവാരം ലേശം താഴ്ന്നതായിരിക്കും. അതിന് കാരണക്കാർ നിന്നെയും നിന്റെ അച്ഛനെയും പോലുള്ള മഹാന്മാരാണ്. നിങ്ങളൊക്കെ ആദ്യം നന്നാവ്, എന്നിട്ട് ഞങ്ങൾ നന്നാവാം. കണ്ടോ, വന്ന് എല്ലാവരുടെയും മുമ്പിൽ ചാളാവാൻ തുടങ്ങി. അച്ഛൻ ഇങ്ങനെ മിണ്ടായിരുന്നു. എന്തു മിണ്ടാൻ? ഏതായാലും കിഷോറിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ഡ്രഗ്സിൽ നിന്ന് അവൻ തീർത്തും രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതൊരു വലിയ കാര്യമില്ലേ? അല്ലെങ്കിലും അച്ഛന് കൊള്ളരുതാത്തവന്മാരോടാണല്ലോ ഇഷ്ടം. ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്ന മിച്ചം. എന്റെ അധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുന്നതിൽ അച്ഛൻ ഒരു സങ്കടമില്ല. ഞാൻ കാണിച്ചുതരാം. അവൾക്കെന്നെ ശരിക്കും അറിയില്ല. ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഞാൻ അവളെ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ.